പ്രിയപ്പെട്ട കുട്ടികളെ, once again welcome back to our channel. Okay, in this class we are going to discuss Q data structure. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡാറ്റാ സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ സ്റ്റാക്ക് ഡിസ്കസ് ചെയ്തിരുന്നു. സ്റ്റാക്ക് എന്തായിരുന്നു? സ്റ്റാക്ക് പറഞ്ഞിരുന്നു. സ്റ്റാക്ക് ഈസ് എ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡാറ്റാ സ്ട്രക്ചർ, ശരിയല്ലേ? ഇൻ വിച്ച് എന്താ elements are inserted and deleted through only one end, called top of the stack എന്നൊക്കെ പറഞ്ഞ് സ്റ്റാക്കിനെ കുറിച്ച് കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നെക്സ്റ്റ് ഡാറ്റാ സ്ട്രക്ചർ ഇസ് ക്യൂ എന്ന് പറഞ്ഞാൽ എ ക്യൂ ഈസ് എ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡാറ്റാ സ്ട്രക്ചർ. എ ക്യൂ ഈസ് എ എന്താണ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. എ ക്യൂ ഈസ് എ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡാറ്റാ സ്ട്രക്ചർ. എന്താ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ? ഏത് എലമെൻ്റാണോ ഫസ്റ്റ് വന്നത് ആ എലമെൻ്റാണ് ഫസ്റ്റ് പുറത്തേക്ക് പോവുക. ദാറ്റ് ഈസ് ഇപ്പോൾ ക്യൂ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ. എന്താ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ? എന്താ ദാറ്റ് ഈസ് എന്താ നമ്മൾ കണ്ടിട്ടുണ്ടാകും, നമ്മൾ റിയൽ ലൈഫിൽ കണ്ടിട്ടുണ്ടാകും. എന്താ ഒരു ക്യൂ എന്താ വെയിറ്റിംഗ് ഫോർ എന്താ റിസർവേഷൻ ടിക്കറ്റ് റിസർവ് ചെയ്യാനൊക്കെ നമ്മൾ ക്യൂ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക, വോട്ട് ചെയ്യുമ്പോൾ ആളുകൾ ക്യൂവിൽ നിൽക്കുന്നത്, അതുപോലെ പിന്നെ എന്താ പറയുക, സിനിമ തിയേറ്ററിലെ ആളുകൾ ടിക്കറ്റിന് ക്യൂ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. എങ്ങനെയായ ആ ഒരു നിൽക്കുന്ന ക്യൂ, ആ ഒരു നിൽക്കുന്ന ഓർഡറിനുള്ള പ്രത്യേകത എന്താ? എപ്പോഴും ആളുകൾ ടിക്കറ്റ് വാങ്ങി പുറത്ത് പോകുന്നത് മുന്നിൽ നിന്നാണ്. ക്യൂവിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ആളുകൾ ടിക്കറ്റ് വാങ്ങിയിട്ട് പുറത്തേക്ക് പോവുക. എപ്പോഴും പുതുതായിട്ട് ആളുകൾ വന്ന് ചേരുന്നത് എവിടെയാണ്? ക്യൂവിൻ്റെ ബാക്കിലാണ്, അല്ലെങ്കിൽ ക്യൂവിൻ്റെ റിയർ സൈഡിലാണ്, ശരിയല്ലേ? അപ്പം ഇവിടെ in queue insertion and deletion is performed at two ends. രണ്ട് ഭാഗത്താണ്. മനസ്സിലായോ? ക്യൂവിൽ പുതുതായിട്ട് ആളുകൾ വന്ന് ചേരുന്നത് എപ്പോഴും എവിടെയാണ്? ക്യൂവിൻ്റെ ബാക്കിലാണ്. ഇടയിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ എന്ത് ചെയ്യില്ല, കയറ്റാൻ സമ്മതിക്കില്ല, ശരിയല്ല? അപ്പോൾ എപ്പോഴും ഓൾവേസ് എന്താ ന്യൂ ഐറ്റം അല്ലെങ്കിൽ ന്യൂ പീപ്പിൾ ആർ എന്താ ആഡിങ് അറ്റ് ദ ബാക്ക് എൻഡ് ഓഫ് ദ ക്യൂ, അറ്റ് ദ റിയർ എൻഡ് ഓഫ് ദ ക്യൂ. അതുപോലെ ടിക്കറ്റ് വാങ്ങി ആളുകൾ പോകുന്നത് എവിടുന്നാ പോവുക? ബാക്കിൽ നിന്നല്ല പോവുക. എവിടുന്നാ പോവുക? ക്യൂവിൽ ആരാണോ ഫ്രണ്ടിലുള്ളത്, ആരാണോ ഫസ്റ്റ് വന്നത്, അയാളായിരിക്കും ഫ്രണ്ടിലുണ്ടാവുക. അയാൾക്കാണ് എന്ത് കൊടുക്കുന്നത്? ടിക്കറ്റ് കൊടുക്കുന്നത്. അയാളാണ് എന്ത് ചെയ്യുന്നത്? ക്യൂന്ന് ഡെലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എ ക്യൂ ഈസ് എ ഡാറ്റാ സ്ട്രക്ചർ ഇൻ വിച്ച് elements are inserted and deleted at two ends, namely ഏതൊക്കെയാ? ഫ്രണ്ട് ആൻഡ് റിയർ. ദറ്റ് ഈസ് ഇൻസേഷൻ നടക്കുന്നത് ബാക്കിലാണ്, ഡെലീഷൻ നടക്കുന്നത് ഫ്രണ്ടിലാണ്. ക്ലിയർ അല്ലേ? സോ എ ക്യൂ ഈസ് എ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡാറ്റാ സ്ട്രക്ചർ. എ ക്യൂ ഈസ് എ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡാറ്റാ സ്ട്രക്ചർ. ഇനി എങ്ങനെയാണ് ഒരു ക്യൂ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ സ്റ്റാക്ക് പറഞ്ഞതുപോലെ തന്നെ ഹിയർ ഓൾസോ എന്താ വി ആർ ഇംപ്ലിമെൻറ്റിങ് ക്യൂ യൂസിങ് അറേ. നമ്മൾ അറേ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. യു ക്യാൻ ആൾസോ ഇംപ്ലിമെൻറ്റ് ക്യൂ യൂസിങ് ലിങ്ക്ഡ് ലിസ്റ്റ്. നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിങ്ക്ഡ് ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ പഠിച്ചിട്ടില്ല. ഇനി നെക്സ്റ്റ് സെക്ഷനിലാണ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് പഠിക്കുന്നത്. ആ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാക്കും ക്യൂ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഹയർ ലെവൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇൻ ദിസ് സെക്ഷൻ വി ആർ ഇംപ്ലിമെൻറ്റിംഗ് ക്യൂ യൂസിങ് അറേ. Okay, so first of all initially the queue is empty. എങ്ങനെ ഒരു ക്യൂവിൻ്റെ ഓപ്പറേഷൻ നടക്കുന്നത് നമുക്ക് നോക്കി നോക്കാം. എങ്ങനെ ഒരു ക്യൂവിൻ്റെ ഓപ്പറേഷൻ നടക്കുക? ഇനീഷ്യലി ക്യൂ ഈസ് എംപ്റ്റി. ദറ്റ് ഈസ് ഹിയർ വി ആർ ഇംപ്ലിമെൻറ്റിംഗ് ക്യൂ യൂസിങ് അറേ. ദിസ് ഈസ് ക്യൂ. Zero, 1, 2, 3, 4. Suppose this is the array in which we are implementing queue. Okay, the maximum number of elements that can be stored in the array is 5. Here n is 5. Suppose the array name is q. This is q of 0
this is key of 1, this is key of 2, this is key of 3, this is key of 4. Okay, നമ്മൾ പറഞ്ഞു ഇൻസേർഷനും ഡെലീഷനും നടക്കുന്നത് 2 പോയിന്റിൽ, 2 പൊസിഷനിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വേണം? 2 പോയിന്റിങ് വേരിയബിൾ വേണം. എന്തൊക്കെ വേണം? ഒന്ന് ഫ്രണ്ടും വേണം, മറ്റേത് എന്തും വേണം? റിയറും വേണം. ഒന്നെന്താണ്? ഫ്രണ്ട്. മറ്റേതെന്താണ്? റിയർ. സോറി, ഓക്കെ. ഇൻ ക്യൂ ഇപ്പോൾ നമ്മൾ സ്റ്റാക്ക് ചെയ്തപ്പോൾ ഒരു വേരിയബിൾ മാത്രം മതി. ഏതായിരുന്നു? ടോപ്പായിരുന്നു. കാരണം എന്താ? ഇൻസേർഷൻ നടക്കുന്നതും ഡെലീഷൻ നടക്കുന്നതും എന്താ? ഒരേ ഭാഗത്ത് കൂടെയാണ്. ത്രൂ ദ എന്താ സെയിം ത്രൂ ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. ശരിയല്ലേ? ഇൻസേർഷൻ നടക്കുന്നതും ഡെലീഷൻ നടക്കുന്നതും എന്തായിരുന്നു? ഒരേ ഭാഗത്ത് കൂടെ, ദാറ്റ് ഇസ് ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. ഇവിടെ ഇൻസേർഷൻ നടക്കുന്നതും ഡെലീഷൻ നടക്കുന്നതും എന്താ? 2 പൊസിഷനാണ്. ഇൻസേർഷൻ നടക്കുന്നത് ബാക്ക് എൻഡ് കൂടെ, റിയർ എൻഡ് കൂടെയാണ്. ഡെലീഷൻ നടക്കുന്നത് എവിടെയാണ്? ഫ്രണ്ട് എൻഡ് കൂടെ. അപ്പോൾ ഹിയർ വി നീഡ് 2 വേരിയബിൾസ് to represent the positions. Okay, so here initially q is empty. It is represented by setting the value of both front and rear as -1. Then initially q is empty. Initially q is empty. It is represented by setting the values of both front and rear as -1. Okay, so if the values of both front and rear is -1, then it means that q is empty. That is, there are no elements in the q. ഇത് നമ്മൾ എങ്ങനെയാണ് ഇൻസേർട്ട് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായി. നമുക്ക് അൽഗോരിതം എഴുതാൻ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഓക്കെ, ഇനി എന്താ? ഫസ്റ്റ് വി ആർ ഇൻസേർട്ടിങ് സപ്പോസ് ദ വേരിയബിൾ വാൽ. അപ്പം നമ്മൾ എന്താ, ഏത് വാല്യൂ ആണോ ഇൻസേർട്ട് ചെയ്യുന്നത് അത് സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിളാണ് വാൽ. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ 25 എന്ന് പറയുന്ന വാല്യൂ ആണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, സപ്പോസ് എന്താണ്? യു ആർ ഇൻസേർട്ടിങ് ദ ഡാറ്റ ഐറ്റം 25. എന്ത് ചെയ്യണം? ഇവിടെയാണ് 0th ലൊക്കേഷൻ. ഇതാണ് ക്യൂവിൻ്റെ ഫ്രണ്ട്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സെറ്റ് ചെയ്യേണ്ടത്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ ഇനീഷ്യലി ഫ്രണ്ടും റിയറും എന്താണ്? -1 ആണ്. അപ്പോൾ ഒന്നിനും പോയിന്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇതിലേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഫ്രണ്ടിനെയും റിയറിനെയും രണ്ടിനെയും എന്താക്കണം? കാരണം ഒന്ന് ഇൻസേർട്ട് ചെയ്താൽ പിന്നെ എന്താ? ഫ്രണ്ടും റിയറും എന്താണ്? സെയിം ഒറ്റ എലമെൻ്റ് ഉള്ളൂ. ഫ്രണ്ടും 25 ആണ്, റിയറും 25 ആണ്. അടുത്ത എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? റിയർ ഒന്ന് കൂട്ടുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ whenever we are adding the first data item, the value of both front and rear we have to set to 0. That is, front equal to front plus 1, rear equal to rear plus 1. Like front equal to 0, rear equal to 0. Up and die front equal to 0, rear equal to 0. ഇപ്പോൾ ഫ്രണ്ട് ഏതിനെ പോയിന്റ് ചെയ്യും? ഇതിനെയാണ് പോയിന്റ് ചെയ്യുന്നത്. റിയർ ഏതിനെ പോയിന്റ് ചെയ്യുന്നത്? ഇതിനെ പോയിന്റ്, റിയർ. ഇനി എന്ത് ചെയ്താൽ മതി? ക്യൂ. എങ്ങനെ ഇൻസേർട്ട് ചെയ്യുക? ക്യൂ. സപ്പോസ് ദ നെയിം ഓഫ് ദ അറേ ഈസ് ക്യൂ. ക്യൂ ഓഫ് എവിടെ? ഏതെങ്കിലും റിയർ എന്ന് കൊടുത്താൽ ക്യൂ ഓഫ് റിയർ ഈക്വൽ ടു വാൽ. വാൽ എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂ ഓഫ് റിയർ. ക്യൂ ഓഫ് റിയർ എന്ന് പറഞ്ഞാൽ ദിസ് പൊസിഷനിൽ വാൽ എന്ന് പറയുന്ന വേരിയബിൾ എന്ത് ചെയ്തു? വാലിൽ ഏതാ? 25. 25 ഈസ് ഇൻസേർട്ടഡ്. സോ ഹിയർ 25 ഈസ് ഇൻസേർട്ടഡ്. ക്ലിയർ? ഓക്കെ, സോ ദിസ് ഈസ് the status after inserting the first data item. അപ്പോൾ ഫസ്റ്റ് ഡാറ്റ ഐറ്റം ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്തായി? ഫ്രണ്ട് 0 ആയി, റിയർ 0 ആയി. ക്യൂ ഓഫ് റിയറിൽ എന്ത് ചെയ്തു? ഫസ്റ്റ് ഡാറ്റ ഐറ്റം വന്നു. എന്നിട്ട് ക്യൂ ഓഫ് 0ൽ 25. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇനി നെക്സ്റ്റ് ഡാറ്റ ഐറ്റം ഇൻസേർട്ട് ചെയ്യണം. നെക്സ്റ്റ് ഡാറ്റ ഐറ്റം ഇൻസേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഫ്രണ്ടിനെ മാറ്റണോ? ഫ്രണ്ട് എപ്പോഴേ മാറുള്ളൂ? ഡിലീറ്റ് ചെയ്യുമ്പോഴേ മാറുള്ളൂ. ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്തേ മാറുന്നുള്ളൂ? റിയർ മാത്രമേ മാറുന്നുള്ളൂ. റിയർ. ഓക്കെ, അപ്പോൾ ഇനി എന്താ? ടു ആഡ് ദ നെക്സ്റ്റ് ഡാറ്റ ഐറ്റം ഇൻ ടു ദ ക്യൂ എന്ത് ചെയ്യണം? റിയറിന് ഇവിടേക്ക് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യണം? ടു ആഡ് ദ നെക്സ്റ്റ് ഡാറ്റ ഐറ്റം ഇൻ ടു ദ ക്യൂ യു ഹാവ് ടു ഇൻക്രിമെൻറ്റ് ദ വാല്യൂ ഓഫ് റിയർ ബൈ 1. ശരിയല്ല? അപ്പോൾ റിയർ എന്താക്കണം? 1 ആക്കണം. അപ്പോൾ റിയർ എന്ത് ചെയ്യണം? റിയർ ഈക്വൽ ടു റിയർ പ്ലസ് 1.
ശരിയല്ലേ? നമുക്ക് പിന്നീട് ലാസ്റ്റ് അൽഗോരിതം എഴുതുമ്പോൾ നമുക്ക് ഓർഡർ ചെയ്യാം. ഓരോന്ന് ചെയ്യുന്നത്, ഓരോ സ്റ്റെപ്പ്, ഓരോ ഐറ്റം ഇൻസേർട്ട് ചെയ്യുമ്പോഴും എന്ത് വ്യത്യാസം വരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, സോ whenever we are inserting the second data item, you have to increment the value of rear by 1. You have to increment the value of rear by 1. Then you have to add into the queue. എങ്ങനെ? ഇപ്പോൾ queue of rear. Queue of rear. ഇനി എന്ത് ചെയ്യണം? val insert ചെയ്യണം. Suppose the next data item to be inserted into the queue is 35. ഇപ്പോൾ 35 എന്ന് പറയുന്നതാണ് നമ്മൾ റീഡ് ചെയ്ത വാല്യൂ. അത് സ്റ്റോർ ചെയ്തത് വാൽ എന്ന് പറയുന്ന വേരിയബിളാണ്, സ്റ്റാക്ക് പോലെ തന്നെ. അപ്പോൾ എന്ത് ചെയ്തു? 35 ആണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. 35 ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? റിയറിനെ ഒന്നാക്കണം. അപ്പോൾ റിയർ എവിടെ പോയിന്റ് ചെയ്യും? ഇവിടെ പോയിന്റ്. ദെൻ ക്യൂ ഓഫ് റിയർ ഈക്വൽ ടു വാൽ എന്ന് പറയുമ്പോൾ എവിടെ സ്റ്റോർ ചെയ്യും? ഇവിടെ സ്റ്റോർ ചെയ്യും. ശരിയല്ലേ? ഇത് എതുവരെ നമുക്ക് റിയറിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ? റിയർ ഏതാകുന്നത് വരെ പോകാൻ പറ്റുള്ളൂ? റിയർ n-1 ആകുന്നത് വരെ. ഹിയർ n is the size of the array. So since the array index starting from 0, the subscript ranges from 0 to 4. Okay, 0 to n-1. If n is the size of the array, it ranges from 0 to n-1. So the insertion operation can be performed until the value of rear becomes n-1. n-1 കഴിഞ്ഞാൽ എന്താ? n-1 ആയാൽ ഇത് ഇൻസേർട്ട് ആയാൽ എന്തായി? ഇത് ഇൻസേർട്ട് ചെയ്താൽ എന്താ? ഇപ്പൊ നെക്സ്റ്റ് ഐറ്റം ഇൻസേർട്ട് ചെയ്തു. നെക്സ്റ്റ് ഐറ്റം ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്താ? റിയർ വീണ്ടും അഗൈൻ എന്താക്കണം? റിയർ 2 ആക്കണം. Okay, again I am inserting the next data item, the third data item. Okay, so the value of rear is incremented by 1. Rear equal to rear plus 1. So rear becomes 2. And then q of rear equal to val. That is, suppose it is 45. 45 is inserted. Q ഇതാണ് ഫ്രണ്ട്. ഇവിടെയാണ് ക്യൂവിൻ്റെ ആള് ടിക്കറ്റ് കൊടുക്കാൻ നിൽക്കുന്ന ആൾ. ഇവിടെയാണ് ഫ്രണ്ട്. ഇതാണ് എന്ത്? റിയർ പൊസിഷൻ. റിയർ ഇങ്ങനെ കൂട്ടി വരും. Again we are inserting. എന്ത് ചെയ്യണം? Again you have to increment the value of rear by 1. Again rear equal to rear plus 1. Q of rear equal to val. Suppose val is 55. നമുക്ക് എന്താ? 55 എന്നുള്ള നമ്പറാണ്. അപ്പോൾ എന്ത് ചെയ്തു? 55. ഓക്കെ, again that is rear എന്തായി? 3 ആയിരുന്നു നേരത്തെ ഇൻസേർട്ട് ചെയ്തപ്പോൾ. ഇനി എന്താ? Again we are inserting. അപ്പോൾ rear equal to rear plus 1. റിയർ എന്താവും? 4 ആവും. ഫോർ ആവും. ക്യൂ ഓഫ് റിയർ ഈക്വൽ ടു വാൽ എന്ന് പറയുമ്പോൾ സപ്പോസ് ഇറ്റ് ഈസ് 15. നമ്പർ 15 ആണ്. അപ്പോൾ എന്ത് ചെയ്തു? 15. ഇനി ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ എന്തായി? ഫ്രണ്ട് 0 നിൽക്കുന്നു, റിയർ n-1 ആയി ഇല്ലേ? ഇനി റിയർ ഈക്വൽ ടു റിയർ പ്ലസ് 1 എന്നാണ്. റിയർ ഈക്വൽ ടു 5 ആയി. ദർ ഇസ് നോ സബ്സ്ക്രിപ്റ്റ് വിത്ത് വാല്യൂ 5 ഉണ്ടോ? ഇല്ല. 5 elements are inserted. 6th element insert ചെയ്യാൻ ലൊക്കേഷൻ ഇല്ല. സോ ക്യൂ ഈസ് ഫുൾ. അപ്പോൾ നമ്മൾ സ്റ്റാക്കിൽ പറഞ്ഞ പോലെ തന്നെ എന്താ? once the queue is full and again we are trying to insert new element into the queue, then an unfavorable situation arises. That is called overflow. Queue overflow. സ്റ്റാക്ക് പറഞ്ഞ പോലെ തന്നെ സ്റ്റാക്കിൽ എന്താ? എലമെന്റ് ഓൾറെഡി ഫുള്ളാണ്, അതിലേക്ക് വീണ്ടും എന്ത് ചെയ്യാണ്? എലമെന്റ് ഇൻസേർട്ട് ചെയ്യണം. അതിനാണ് എന്ത് പറയുന്നത്? സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ the same here എന്താണ്? queue is full. Once the queue is full and again we are trying to insert new element into the queue, then an unfavorable situation arises. That is called എന്താണ്? queue overflow. അപ്പോൾ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താ? ബിഫോർ ഇൻസേർട്ടിങ് എ ന്യൂ ഡാറ്റ ഐറ്റം into the queue, you have to check whether queue is full or not. അതായത് ക്യൂ ഫുൾ ആയാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല? ഇൻസേർട്ട് ചെയ്യാൻ പറ്റൂല. അപ്പോൾ before the insertion operation, you have to check whether queue is full or not. If queue is full, then the insertion operation is not possible. ഇപ്പോൾ നമ്മൾ ഇൻസേർഷൻ ഓപ്പറേഷൻ പറഞ്ഞു. ഇപ്പോൾ
ക്യൂവിൽ 2 ഓപ്പറേഷൻസാണ് ഉള്ളത്. ഏതൊക്കെയാ? ഇൻസേർഷനും ആൻഡ് ഡെലീഷനും. അന്നേരം ഇൻസേർഷനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ എന്താ പറയാൻ പോകുന്നത്? ഡെലീഷൻ. എങ്ങനെ ഡെലീറ്റ് ചെയ്യുക, എങ്ങനെ ക്യൂന്ന് ഒരു എലമെൻറ്റ് ഡെലീറ്റ് ചെയ്യുക. നമുക്കറിയാം എപ്പോഴും ക്യൂവിൻ്റെ വി ആർ ഡെലീറ്റിംഗ് എലമെൻറ്റ് ഫ്രം ദ ഫ്രണ്ട് എൻഡ് ഓഫ് ദ ക്യൂ. വി ആർ ഓൾവേസ് ഡെലീറ്റിംഗ് എലമെൻറ്റ് ഫ്രം ദ ഫ്രണ്ട് എൻഡ് ഓഫ് ദ ക്യൂ. ഇൻസേർഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് അറ്റ് ദ റിയർ എൻഡ് ആൻഡ് ഡെലീഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് അറ്റ് ഫ്രണ്ട് എൻഡ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഫസ്റ്റ് യു ഹാവ് ടു ഡെലീറ്റ് ദ എലമെൻറ്റ്. നമ്മൾ പോപ്പ് ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് വാട്ട് യു ഹാവ് ടു ഡു? ഫസ്റ്റ് യു ഹാവ് ടു ഡെലീറ്റ് ദ എലമെൻറ്റ്. അപ്പോൾ ഡെലീറ്റ് ചെയ്യുന്ന എലമെൻറ്റ് സ്റ്റോർ ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ സപ്പോസ് ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ വാൽ. അപ്പോൾ വാൽ ഈക്വൽ ടു എവിടെ സ്റ്റോർ ചെയ്യേണ്ടത്? ക്യൂ ഓഫ് ഫ്രണ്ട്. വാൽ ഈക്വൽ ടു ക്യൂ ഓഫ് ഫ്രണ്ട്. ശരിയല്ലേ? ഫ്രണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇപ്പോൾ ഇത് ഡെലീറ്റ് ചെയ്തു. ഇത് ഡെലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? The value of friend should be incremented by 1. That is friend equal to friend plus 1. Okay, friend equal to friend plus 1. അപ്പോൾ ഫ്രണ്ട് എന്തായി? ഇപ്പോൾ ഫ്രണ്ട് എന്തായി? 1 ആയി. Okay, again we are deleting. What we have to do? We are taking the next element, that is 35. Okay, that is stored in val. Okay, again you have to increment the value of friend by 1. So next is the value, the friend is 2. That is, it is point to the next location, that is q of 2 location, that is the third location. Okay, വീണ്ടും ഇൻക്രിമെന്റ് ചെയ്തു. ഇത് ഡിലീറ്റ് ചെയ്യും, ഇതും ഡിലീറ്റ് ചെയ്യും. എല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാം ഡിലീറ്റ് ചെയ്താൽ എന്തായി? ഇത് ഡിലീറ്റ് ചെയ്തു, ഇത് ഡിലീറ്റ് ചെയ്തു, 4ഉം ഡിലീറ്റ് ചെയ്തു. എല്ലാം ഡിലീറ്റ് ചെയ്തു. എല്ലാം ഡിലീറ്റ് ചെയ്താൽ എന്തായി? എല്ലാം ഡിലീറ്റ് ചെയ്താൽ ഫ്രണ്ട് എവിടെ എത്തും? ഇവിടെ എത്തും. ഇതും കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഫ്രണ്ട് എത്രയാ? ഫ്രണ്ട് 4 ആകുമ്പോൾ ലാസ്റ്റ് എലമെൻ്റ് ഇതിലുണ്ട്. ഇപ്പോൾ എത്ര? ഇപ്പോൾ നമ്മൾ എത്രയായിരുന്നു? 15 ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ക്യൂന്ന് ഓരോ എലമെൻ്റായിട്ട് ഡെലീറ്റ് ചെയ്തു. എവിടുന്നാണ് ഡെലീറ്റ് ചെയ്ത് വന്നു? ഫ്രണ്ടിൽ നിന്ന് ഡെലീറ്റ് ചെയ്തു. ഫസ്റ്റ് എലമെൻറ്റ് ഡെലീറ്റ് ചെയ്യുമ്പോൾ എന്തായി? ഫസ്റ്റ് എലമെൻറ്റ് ഡെലീറ്റ് ചെയ്തു, ഫ്രണ്ട് എന്താവും? 1 ആവും. അപ്പോൾ ഇവിടെ എലമെൻ്റ് ഉണ്ടാവും, ഇതിനെ പോയിന്റ് ചെയ്തു. ഇതും ഡെലീറ്റ് ചെയ്തപ്പോൾ ഫ്രണ്ട് എന്തായി? ഇതായി. ഇതും ഡെലീറ്റ് ചെയ്തപ്പോൾ എന്തായി? ഫ്രണ്ട് എന്തായി? ഇതായി. ഓക്കെ, ഇതും ഡെലീറ്റ് ചെയ്തപ്പോൾ ഫ്രണ്ട് എന്തായി? ഫ്രണ്ട് ഇതിനെ പോയിന്റ് ചെയ്യുന്നത്. ഏതാ? 4. ആരെയോ? 4. ദാറ്റ് ഇസ് 5th എലമെൻറ്റ്. ഇപ്പോൾ ഫ്രണ്ടും റിയറും രണ്ടും ഏതിനെ പോയിന്റ് ചെയ്യുന്നത്? 15നെ പോയിന്റ് ചെയ്യുന്നത്. വിച്ച് മീൻസ് ദാറ്റ് എന്താ? ദാറ്റ് ഈസ് ഓൺലി 1 എലമെൻറ്റ് ഇൻ ദ ക്യൂ. ഇനി ഇതും നമ്മൾ എന്ത് ചെയ്യണം? ഡിലീറ്റ് ചെയ്യണം. ദ ലാസ്റ്റ് എലമെൻറ്റ്, വെനെവർ വി ആർ deleting the last element, that is എന്താ? val equal to q of friend, then friend equal to friend plus 1. ഫ്രണ്ട് എന്തായി? ഒന്നുകൂടെ കൂട്ടും. ഫ്രണ്ട് അപ്പം എന്താവും? റിയറിൻ്റെ മുകളിൽ വരും. That is, if friend is greater than rear. ഫ്രണ്ട് ഡിലീറ്റ് ചെയ്ത് റിയറിൻ്റെ അപ്പുറത്തേക്ക് ചാടുമ്പോൾ എന്താ അർത്ഥം? ഇതും ഡിലീറ്റായി അപ്പുറത്തേക്ക് ചാടിപ്പോയി. അപ്പോൾ എന്താ? there is no element. That is, if friend is greater than rear ആയാൽ എന്താ അർത്ഥം? there is no element in the queue. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ സ്റ്റാറ്റസ് തന്നെയായി. ഇനീഷ്യൽ സ്റ്റാറ്റസ് എന്താ? ക്യൂ എം ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫ്രണ്ട് റിയറിനേക്കാൾ വലുതായാൽ എന്ത് ചെയ്യണം? യു ഹാവ് ടു സെറ്റ് ദ വാല്യൂസ് ഓഫ് ബോത്ത് ഫ്രണ്ട് ആൻഡ് റിയർ ആസ് -1. ഇതിൻ്റെ രണ്ടിനെ എന്താക്കുക? -1 ആക്കുക. അപ്പോൾ എന്താ അർത്ഥം? ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ദ ക്യൂ ഈസ് എം ടി. അപ്പോൾ എപ്പോഴാണ് എം ടി ആക്കുക? ഫ്രണ്ട് റിയറിൻ്റെ അപ്പുറം ചാടുമ്പോൾ, ഫ്രണ്ട് റിയറിനേക്കാൾ വലുതാകുമ്പോൾ എന്തായാലും എന്താ? ക്യൂവിൽ ഒന്നും ഉണ്ടാവില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്കൊന്ന് അൽഗോരിതം വെച്ച് നമുക്കത് ചെയ്തതിൻ്റെ അൽഗോരിതം ഡിസ്കസ് ചെയ്യാം. ഇൻസേർഷൻ്റെ ഡെലീഷൻ. ഇനി ഇവിടെ ബിഫോർ ഡെലീറ്റിംഗ് ആൻ എലമെൻറ്റ്, നമ്മൾ ഓവർഫ്ലോ പറഞ്ഞ അതേപോലെ തന്നെ, ബിഫോർ ഡെലീറ്റിംഗ് ആൻ എലമെൻറ്റ് ഫ്രം ദ ക്യൂ യു ഹാവ് ടു ചെക്ക് വെദർ ദർ ഈസ് ആൻ എലമെൻറ്റ് ഓർ നോട്ട്. ക്യൂവിൽ എലമെൻറ്റ് ഉണ്ടോ ഇല്ലേ എന്ന് നോക്കണം. മനസ്സിലായോ? ദാറ്റ് ഈസ്, സപ്പോസ് യു ആർ ട്രൈങ് ടു ഡെലീറ്റ് ആൻ എലമെൻറ്റ് ഫ്രം ആൻ എംപ്റ്റി ക്യൂ.
Q already empty ആണ്, and again you are trying to delete an element from the empty Q, then an unfavorable situation arises. That is called എന്താ Q underflow. That is called Q എന്താണ് underflow. Q underflow എന്ന് പറഞ്ഞാൽ എന്താ? Q underflow എന്ന് പറഞ്ഞാൽ എന്താണ്? Once the Q is empty and again you are trying to delete, not insert. Q empty ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻസേർഷൻ നടക്കും. ഓക്കെ, Q empty ആണ് and again you are trying to delete from an empty Q, then an unfavorable situation arises. That is called Q underflow. That is called Q underflow. അപ്പോൾ ക്യൂവിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞത് ക്യൂ എന്താണെന്ന് പറഞ്ഞു. ക്യൂവിൽ ഇൻസേർഷൻ ഡെലീഷൻ, ക്യൂവിൽ 2 ഓപ്പറേഷൻസ് ആണ് നടക്കുന്നതെന്ന് പറഞ്ഞു. ഏതൊക്കെയാ? ഇൻസേർഷനും ഡെലീഷനുമാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. ഇൻസേർഷൻ എവിടെയാണ് നടക്കുന്നത്? റിയർ എൻഡിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ പ്രാവശ്യം ഇൻസേർഷൻ നടക്കുമ്പോൾ റിയറിൻ്റെ വാല്യൂ ആണ് എന്ത് ചെയ്യേണ്ടത്? കൂട്ടേണ്ടതെന്ന് പറഞ്ഞു. ഫസ്റ്റ് എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഫ്രണ്ടിൻ്റെ റിയറിൻ്റെ വാല്യൂ എന്താക്കണം? 0 ആക്കണം എന്ന് പറഞ്ഞു. കാരണം എന്താ? ഇനീഷ്യലി ബോത്ത് ദ വാല്യൂസ് ഓഫ് ഫ്രണ്ട് ആൻഡ് റിയർ ഈസ് -1. ഓക്കെ, ഇനി എന്താ? ഡെലീഷൻ പറഞ്ഞു. പിന്നെന്താ? ക്യൂ ഓവർഫ്ലോ പറഞ്ഞു. എന്താ? ക്യൂ ഓൾറെഡി ഫുള്ളാണ് and again you are trying to insert new data item into the queue, then an unfavorable situation is arises. That is Q overflow പറഞ്ഞു. പിന്നെ അടുത്ത എന്താ? ഡെലീഷൻ പറഞ്ഞു. ഡെലീഷൻ എവിടെയാണ് നടക്കുക? ഡെലീഷൻ എപ്പോഴും ക്യൂവിൻ്റെ ഫ്രണ്ടിലാണ് നടക്കുക. ഡെലീഷൻ എപ്പോഴും എന്താ? ക്യൂവിൻ്റെ ഫ്രണ്ടിലാണ് നടക്കുക. ഓരോ പ്രാവശ്യവും ഡെലീറ്റ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം? ദ വാല്യൂ ഓഫ് ഫ്രണ്ട് ഈസ് ഇൻക്രിമെൻറ്റഡ് ബൈ 1. ഓക്കെ, ഇനി എന്താണ്? ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് എന്ത് ചെയ്യും? ക്യൂ എന്താവും? കാലിയാവും. Again you are trying to delete an element and the unfavorable situation arises. That is Q underflow. ഇനി നമ്മൾ ക്യൂവിലുള്ള ഇൻസേർഷൻ ഓപ്പറേഷൻ ചെയ്യാനുള്ള അൽഗോരിതം ഡിസ്കസ് ചെയ്യണം. അൽഗോരിതം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് 0. ഫോർ എക്സാമ്പിൾ സ്റ്റെപ്പ് 0 എന്താ? സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഈ സ്റ്റെപ്പ് 1 ഫസ്റ്റ് എന്ത് ചെയ്യണം? ഇപ്പോൾ സപ്പോസ് ഇതിൽ ഉപയോഗിക്കുന്ന അൽഗോരിതത്തിൽ ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സ് ഒന്നെന്താ? സപ്പോസ് Q of n, Q is the array name. Q of n is the size of the array, where n is the size of the array, where എന്താ in which we can store the maximum size അല്ലേ? അപ്പോൾ ഇതാണ് Q. Zero, 1, 2, 3, 4. Array name is Q. So this location is Q of 0, this location is Q of 1, Q of 2, Q of 3, Q of 4. Okay, അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഫസ്റ്റ് Q എന്താ? ഇനീഷ്യലി നമ്മൾ പറഞ്ഞിരുന്നു എന്താ? ബോത്ത് ഫ്രണ്ട് അതുപോലെ തന്നെ റിയർ ഈസ് എന്താ? -1. ഇതിൻ്റെ അർത്ഥം എന്താ? Q empty ആണെന്നുള്ളതാണ്. Q empty. അപ്പോൾ ആദ്യം Q empty ആണ് നോക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? if rear equal to -1, rear equal to -1 ആണെങ്കിൽ, ഇപ്പോൾ അൽഗോരിതം ആവുകൊണ്ട് നമുക്ക് ഒരു സിംഗിൾ ഈക്വൽ ടു കൊടുത്താൽ മതി. നമ്മൾ മറ്റേ C++ൻ്റെ if rear equal to -1 ആണെങ്കിൽ എന്ത് ചെയ്യണം? റിയർ -1 ഏതെങ്കിലും ഒന്ന് ചെക്ക് ചെയ്താൽ മതി. റിയർ -1 എന്ന് പറഞ്ഞാൽ എന്താ? Q കാലിയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? സെറ്റ് സ്റ്റെപ്പ് 2 എന്ത് ചെയ്യണം? സെറ്റ് എന്താ? ഫ്രണ്ട് ഈക്വൽ ടു 0 ആൻഡ് റിയർ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് വി ആർ സെറ്റിംഗ് ദ വാല്യൂസ് ഓഫ് ബോത്ത് ഫ്രണ്ട് റിയർ ആസ് 0. ഓക്കെ, ഇനി അടുത്തത് എന്താ? then എന്ത് ചെയ്യണം? സ്റ്റെപ്പ് 3 then എന്ത് ചെയ്യണം? യു ഹാവ് ടു ഇൻസേർട്ട്. ഇപ്പോൾ ഫസ്റ്റ് വാല്യൂ ഇൻസേർട്ട് ചെയ്യണം. ഫസ്റ്റ് വാല്യൂ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ടും എന്താക്കി? 0 ആക്കി. റിയറും എന്താക്കി? 0 ആക്കി. അപ്പോൾ ഇതാണ്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇൻസേർട്ട് ചെയ്യേണ്ടത്. എങ്ങനെ ഇൻസേർട്ട് ചെയ്യുക? എങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ്? Q of rear equal to val. Suppose the value that is we are inserting into the Q is stored in the variable val. Val എന്ന് പറയുന്ന വേരിയബിളിലാണ്, വേരിയബിളിലുള്ള വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ വാല്യൂ
പുറത്തുനിന്ന് റീഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മളിവിടെ അൽഗോരിതത്തിൽ കാണിക്കുന്നില്ല. വി ആർ റീഡിങ് ഫ്രം ദ കീബോർഡ്. ഓക്കെ, ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ വാൽ. അപ്പോൾ എന്താ വാലിൽ ഫോർ എക്സാമ്പിൾ 25 ആണ്. അപ്പോൾ എന്ത് ചെയ്തു? ദാറ്റ് 25 വിൽ ബി സ്റ്റോർഡ് ഇൻ ദിസ് പൊസിഷൻ. ശരിയല്ലേ? ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? സ്റ്റെപ്പ് 4. ഇനി അടുത്ത എലമെന്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ റിയർ ഈക്വൽ ടു n-1 അല്ല. ശരിയല്ലേ? റിയർ ഈക്വൽ ടു 0 ആയി. ഒരു എലമെന്റ് ഉണ്ട്. അപ്പോൾ പിന്നെ എന്താ ചെക്ക് ചെയ്യേണ്ടത്? റിയർ എവിടെ എത്തിയിട്ടുണ്ടോ നോക്കണം. അതായത് ക്യൂല് സ്പേസ് ഉണ്ടോ നോക്കണം. അരയിൽ സ്പേസ് ഉണ്ടോ നോക്കണം. അരയിൽ സ്പേസ് ഉണ്ടോ എന്ന് എങ്ങനെ നോക്കുക? ഇഫ് എന്താ എൽസ്, ഇതല്ലെങ്കിൽ ഇതല്ല എന്നുണ്ടെങ്കിൽ എൽസ് ഇഫ് റിയർ ഈസ് ലെസ് ദാൻ n-1. If rear is less than n-1, n is 5, n-1 is 4. Rear ഇവിടെ എത്തിയിട്ട് നമുക്ക് ഇവിടെ കൂടി ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ റിയർ ലെസ് ദാൻ n-1 ആണെങ്കിൽ, റിയർ ലെസ് ദാൻ n-1 ആണെങ്കിൽ എന്ത് ചെയ്യണം? സെറ്റ് എന്താ? റിയർ ഈക്വൽ ടു റിയർ എന്ത് ചെയ്യണം? ഒന്ന് കൂട്ടണം. ശരിയല്ലേ? അപ്പോൾ ഈ കേസിൽ എന്താ? ഈ അടുത്ത സ്റ്റേറ്റ്മെൻറ്റോട് എഴുതട്ടെ. സ്റ്റെപ്പ് 6. ഇനി എന്ത് ചെയ്യണം? അടുത്തത് എന്ത് ചെയ്യണം? ക്യൂ ഓഫ് റിയർ ഈക്വൽ ടു വാൽ. ഇപ്പോൾ നോക്കാം. അടുത്ത ഇനിഷ്യേറ്റീവ് ആഫ്റ്റർ ഇൻസേർട്ടിങ് 25. ഓക്കെ, നമ്മളിനി നെക്സ്റ്റ് എലമെൻറ്റ് വി ആർ ഗോയിങ് ടു ഇൻസേർട്ട് ദ നെക്സ്റ്റ് എലമെൻറ്റ്. എന്താ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 35 എന്നുള്ള വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. ഏത് ഭാഗം എക്സിക്യൂട്ട് ചെയ്യുക? ഇതാണോ? റിയർ ഈക്വൽ ടു n-1 ആണോ? അല്ല. അപ്പോൾ എന്താ? റിയർ ഈ എൽസ് പാർട്ട് ഹിയർ റിയർ ലെസ് ദാൻ n-1 ആണോ നോക്കി. റിയർ ഈസ് 0. റിയർ ഈസ് 0. n-1 ഈസ് ദറ്റ് ഈസ് n ഈസ് 5. സോ n ഈസ് 5, ദ n-1 ഈസ് എന്താ? 4. അപ്പോൾ 0 ലെസ് ദാൻ 4. യെസ്, ശരിയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? സെറ്റ് റിയർ ഈക്വൽ ടു റിയർ പ്ലസ് 1. അപ്പോൾ എന്തായി? റിയർ എന്ത് ചെയ്തു? റിയർ ഒന്ന് കൂട്ടി. റിയർ കൊടുക്കായി. ദെൻ ക്യൂ ഓഫ് റിയർ ഈക്വൽ ടു വാൽ. ക്യൂ ഓഫ് റിയർ ഈക്വൽ ടു വാൽ എന്ന് പറഞ്ഞാൽ ക്യൂ ഓഫ് 1. റിയർ എന്തായി? 1 ആയി. ഓക്കെ, റിയർ എന്തായി? 1 ആയി. സോ ക്യൂ ഓഫ് 1 ഈക്വൽ ടു വാൽ. അപ്പോൾ എന്ത് ചെയ്തു? വാലിൽ 35 ആണ് എവിടെ ഇൻസേർട്ട് ചെയ്തു? ഇവിടെ ഇൻസേർട്ട്. അടുത്ത എലമെന്റ് ഇൻസേർട്ട് ചെയ്യുമ്പോഴോ? അടുത്ത എലമെന്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ റിയറിന്റെ വാല്യൂ എന്താണ്? റിയറിന്റെ വാല്യൂ 1 ആണ്. റിയറിന്റെ വാല്യൂ 1 ആണ്. 1 ലെസ് ദാൻ 4 അല്ലേ? 1 ലെസ് 4 ആണ്. സോ റിയർ ഈക്വൽ ടു റിയർ പ്ലസ് 1. റിയർ ബിക്കംസ് 2. റിയർ ബിക്കംസ് 2. ഇപ്പോൾ റിയർ എവിടെ? ഇവിടെയായി. ഇതിന്ന് പോയി. ഓക്കെ, റിയർ ഈക്വൽ ടു റിയർ പ്ലസ് 1. എന്താ? ക്യൂ ഓഫ് റിയർ ഈക്വൽ ടു വാൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 45. നമ്പർ ഈസ് 45. അപ്പോൾ ഇവിടെ ക്യൂ ഓഫ് റിയർ ഈക്വൽ ടു വാൽ എന്ന് പറയുമ്പോൾ 45 വിൽ ബി സ്റ്റോർഡ് ഇൻ ദിസ് പൊസിഷൻ. Again we are initiating the insertion operation. എന്ത് ചെയ്യും? ഇത് false ആവും. else if rear less than n-1. yes, ഇപ്പോൾ rear നേരത്തെ എത്രയായിരുന്നു? നേരത്തെ 2 ആയിരുന്നു. നേരത്തെ 1 ആയിരുന്നു. ഇപ്പം എന്താ? 2 ആണ്. 2 ലെസ് ദാൻ 4 അല്ലേ? യെസ്, 2 ലെസ് ദാൻ 4 ആണ്. റിയർ ഈക്വൽ ടു റിയർ പ്ലസ് 1. റിയർ ബിക്കംസ് 3. റിയർ ബിക്കംസ് 3. ഇവിടെ റിയർ ബിക്കംസ് 3. ക്യൂ ഓഫ് റിയർ ഈക്വൽ ടു വാൽ. ദറ്റ് ഈസ് എന്താ? 55 എന്ന് പറയുന്ന നമ്പർ അവിടെ സ്റ്റോർ ചെയ്ത് ഇവിടെ സ്റ്റോർ ചെയ്തു. ഓക്കെ, അഗെയിൻ ഐ ആം ഇനീഷ്യേറ്റിംഗ് ദിസ് എന്താ? ഇൻസേർഷൻ ഓപ്പറേഷൻ. എന്ത് ചെയ്യും? ഇത് ഫാൾസ് ആണ്. എൽസ് ഇഫ് റിയർ ലെസ് ദാൻ 4. യെസ്, റിയർ എത്ര? 3 ആണ്. 3 ലെസ് ദാൻ 4. യെസ്, 3 ലെസ് ദാൻ 4 ആണ്. റിയർ ഈക്വൽ ടു റിയർ പ്ലസ് 1. ദറ്റ് ഈസ് റിയർ ബിക്കംസ് 4. റിയർ ബിക്കംസ് 4. Rear becomes 4. That is points to the last location. Then Q of rear equal to val. Then Q of rear equal to val എന്ന് പറയുമ്പോൾ the fourth location. ഇവിടെ എന്താ? Fifth location but Q of 4. That is എത്ര? 15. That is suppose it is 15. അപ്പോൾ എന്ത് ചെയ്യാം? That 15 is stored in last. Okay. Again you are checking. Again we are inserting the next element. Okay. So you have to check whether the value is less than n minus 1. That is value of rear is less than n minus 1. Here the value of rear is 4 and n minus 1 is again 4. So 4 is not
എന്താ 4 ഈസ് നോട്ട് ലെസ് ദാൻ 4 ഈസ് ഈക്വൽ ടു 4. അപ്പോൾ എത്തി. അപ്പോൾ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് 7 ഇതും അല്ലെങ്കിൽ എന്താ എൽസ് എന്ത് പ്രിന്റ് ചെയ്യണം? സ്റ്റെപ്പ് 8 എന്താ പ്രിന്റ് എന്താ Q overflow. Then step 9 എന്താ end of ifന്റെ end. അൽഗോരിതത്തിന്റെ സ്റ്റൈൽ സ്റ്റെപ്പ് 10 then എന്താ സ്റ്റോപ്പ്. അപ്പോൾ എന്താ ഇൻസേർഷൻ ഓപ്പറേഷണൽ അൽഗോരിതം എങ്ങനെയാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്? എന്താ എങ്ങനെ ഓർത്ത് വെക്കേണ്ടത്? ആദ്യം സ്റ്റാക്ക് കാലിയാണ് നോക്കുക. അതെങ്ങനെ കാലിയാണോ നോക്കാൻ എന്ത് ചെയ്താൽ മതി? റിയർ -1 ആണ് നോക്കുക. റിയർ -1 ആണെങ്കിൽ എന്ത് ചെയ്യുക? ഫ്രണ്ടും റിയറും രണ്ടും എന്ത് സെറ്റ് ചെയ്ത് വെക്കുക? 0 സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് Q of rear equal to val. എപ്പോഴും ഇൻസേർട്ട് ചെയ്യുന്ന റിയർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, Q of rear equal to val. ഓക്കെ, ഇനി എന്താ? ഇനി ഒരു എലമെന്റ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ക്യൂവിൽ സ്ഥലമുണ്ട്, സ്പേസ് ഉണ്ട്. അഗൈൻ വി ആർ ഇൻസേർട്ടിങ് ദ നെക്സ്റ്റ് ഡാറ്റ ഐറ്റം. അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യുക? എൽസ് ഇഫ് റിയർ ലെസ് ദാൻ n-1 ആണെങ്കിൽ എന്താ അർത്ഥം? ക്യൂവിൽ എന്തുണ്ട്? അരയിൽ എന്തുണ്ട്? സ്പേസ് ഉണ്ട്. വി ക്യാൻ ഇൻസേർട്ട്. അപ്പോൾ എന്ത് ചെയ്യണം? റിയർ ഇപ്പം റിയർ അറ്റ് പ്രസന്റ് എവിടെയായിരിക്കും? കറണ്ട് എലമെന്റിനെ ആയിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക? പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അടുത്ത ലൊക്കേഷനിലോട്ട് മാറ്റണം. ദറ്റ് ഈസ് ബൈ എങ്ങനെ? by incrementing the value of rear by 1. That is if rear less than n-1 ആണെങ്കിൽ എന്ത് ചെയ്യുക? rear equal to rear plus 1. then Q of rear equal to val. ഈ വാല്യൂ എന്താണ്? ഏത് വേരിയബിൾ ആണോ, ഏത് വാല്യൂ ആണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന വേരിയബിൾ ആണ് എന്ത്? വാൽ. ഇനി ഇത് രണ്ട് കേസും അല്ലെങ്കിൽ റിയർ -1 അല്ല, റിയർ n-1 ചെറുതും അല്ല എന്ന് പറഞ്ഞാൽ എന്താ? റിയർ n-1 അപ്പുറത്തായി. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഇൻസേർട്ട് ചെയ്യാൻ പറ്റൂല. ക്യൂ എന്താ? ഫുള്ളാണ്. അപ്പോൾ നമ്മൾ എന്ത് മെസ്സേജ് പ്രിന്റ് ചെയ്യുക? ക്യൂ ഓവർഫ്ലോ, എൻഡ് ഓഫ് ഇഫ്, സ്റ്റോപ്പ്. സോ ദിസ് ഈസ് ദ അൽഗോരിതം ഫോർ ഇൻസേർഷൻ ഓപ്പറേഷൻ. ഓക്കെ, ഇനി നമ്മൾ ഡെലീഷൻ ഓപ്പറേഷൻ്റെ അൽഗോരിതമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്യൂവിൽ ഡെലീഷൻ ഓപ്പറേഷൻ നമ്മൾ ഇൻസേർഷൻ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഡെലീഷൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡെലീഷൻ ഓപ്പറേഷൻ മീൻസ് എന്താ? റിമൂവൽ ഓഫ് എൻ ഐറ്റം ഫ്രം ദ ക്യൂന്ന് ഒരു ക്യൂവിലുള്ള ഒരു എലമെൻറ്റിനെ എന്ത് ചെയ്യാണ്? റിമൂവ് ചെയ്യുന്ന ഓപ്പറേഷനാണ് എന്ത്? ഡെലീഷൻ ഓപ്പറേഷൻ. അപ്പോൾ നമുക്കറിയാം എപ്പോഴും റിമൂവ് ചെയ്യുക എവിടുന്നാണ് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ? ഫ്രണ്ടിൽ നിന്നാണ് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താ? ബിഫോർ ഡെലീറ്റിംഗ് ആൻ ഐറ്റം ഫ്രം ദ ക്യൂ യു ഹാവ് ടു ചെക്ക് വെദർ ദർ ആർ എലമെന്റ്സ് ഇൻ ദ ക്യൂ. നമ്മളെ ക്യൂവിൽ എലമെന്റ് ഉണ്ടോ എന്ന് നോക്കണം. ക്യൂവിൽ എലമെന്റ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഓപ്പറേഷൻ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഡെലീഷൻ ഓപ്പറേഷൻ നടത്താൻ പറ്റൂല. കാരണം എന്താ? ദർ ഈസ് നോ എലമെന്റ് ഇൻ ദ ക്യൂ. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? അണ്ടർഫ്ലോ. ദറ്റ് ഈസ് എന്താ? വൺസ് ദ ക്യൂ ഈസ് എംപ്റ്റി ആൻഡ് അഗൈൻ വി ആർ ട്രൈങ് ടു ഡെലീറ്റ് എൻ എലമെന്റ് ഫ്രം ദ ക്യൂ. ദറ്റ് ഈസ് ക്യൂ അണ്ടർഫ്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെക്ക് ചെയ്യണം? ഫസ്റ്റ് അൽഗോരിതത്തിൽ ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മളുടെ ക്യൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ഇൻസേർഷൻ ഓപ്പറേഷൻ ചെയ്തപ്പോൾ നമ്മളുടെ ക്യൂ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഓക്കെ, ദറ്റ് ഈസ് ഫ്രണ്ട് പൊസിഷൻ പോയിന്റ്സ് ടു 0. ഒന്നും നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ലാസ്റ്റ് റിയർ പൊസിഷൻ എല്ലാ എലമെൻറ്റും ഇൻസേർട്ട് ചെയ്തു. ലാസ്റ്റ് റിയർ എന്താ? n-1 അപ്പോൾ എന്ത് ചെയ്തു? ലാസ്റ്റ് പൊസിഷനിൽ റിയർ പോയിന്റ്സ് ടു ദ ലാസ്റ്റ് പൊസിഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെ അൽഗോരിതം ഡിസൈൻ ചെയ്യുക? അപ്പോൾ സ്റ്റെപ്പ് 0 സ്റ്റാർട്ട്. ഇനി എന്താ? സ്റ്റെപ്പ് 1 എന്താ? സ്റ്റെപ്പ് 1 ഒന്ന്, ഇതിൽ എലമെന്റ് ഉണ്ടെങ്കിൽ എന്തായാലും ഫ്രണ്ടിൻ്റെ വാല്യൂ എന്തായാലും -1 മുകളിലായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ഇഫ് എന്താ? ഒന്ന്, ഇഫ് ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1 ആൻഡ് ഫ്രണ്ട് എന്തായാലും -1 മുകളിലാവും. അതുപോലെ തന്നെ എന്താ? ഫ്രണ്ട് എപ്പോഴും എന്തായിരിക്കും? റിയറിനേക്കാൾ ചെറുതോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കും. ഫ്രണ്ട് എപ്പോഴും എന്തായിരിക്കും? റിയറിനേക്കാൾ എന്തായിരിക്കും? ചെറുതായിരിക്കും. ഈക്വൽ ആകുമ്പോൾ എന്താ?
ഈക്വൽ ആകുമ്പോൾ ഫ്രണ്ടും റിയറും ഈക്വൽ ആകുമ്പോൾ അതിൽ ഒരു എലമെന്റ് ഉണ്ടെന്നാണ് അർത്ഥം, ശരിയല്ലേ? അപ്പോൾ ഇതിങ്ങനെ ഡിലീറ്റ് ചെയ്ത് വന്നു, എന്ത് സംഭവിക്കും? ഫ്രണ്ട് ഈക്വൽ ടു റിയർ ആകുമ്പോൾ എന്താ, ദർ ഈസ് വൺ എലമെന്റ് ഇൻ ദ ക്യൂ. അപ്പോൾ എന്താ, ഈ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1 ആൻഡ് ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് ആൻഡ് ഫ്രണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിയർ. ദെൻ ഇത് രണ്ട് കണ്ടീഷനാണ്. ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1 ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1 ആണ്, ഫ്രണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിയറും ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇറ്റ് മീൻസ് ദാറ്റ് ദർ ഈസ് എൻ എലമെൻറ്റ്. ഈ കണ്ടീഷൻ ട്രൂ ആവുക എപ്പോഴാണ്? ക്യൂവിൽ എലമെൻറ്റ് ഉണ്ടെങ്കിലേ ഈ കണ്ടീഷൻ എന്താവുള്ളൂ? ട്രൂ ആവുള്ളൂ. ഈ രണ്ട് കണ്ടീഷൻ ട്രൂ ആവുള്ളൂ. അപ്പോൾ ക്യൂ കാലിയാണെങ്കിൽ എന്തായി? ഫ്രണ്ട് ഈക്വൽ ടു -1. അപ്പോൾ ഈ കണ്ടീഷൻ എന്തായി? ഫാൾസായി. ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ, ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നു. ഫ്രണ്ട് ഇപ്പോൾ ലാസ്റ്റ് എലമെൻറ്റും ഡിലീറ്റ് ചെയ്താൽ എന്തായി? ലാസ്റ്റ് എലമെൻറ്റ് ഡിലീറ്റ് ചെയ്താൽ ഫ്രണ്ട് റിയറിൻ്റെ അപ്പുറത്തേക്ക് ചാടും. ഓക്കെ, അപ്പോൾ എന്താ, അങ്ങനെയാണെങ്കിൽ എന്താ സ്റ്റെപ്പ് 2 എന്ത് ചെയ്യണം? നമ്മൾ പോപ്പ് എടുക്കണം, പോപ്പ് ചെയ്യല്ല, ഡിലീറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് വാൽ ഈക്വൽ ടു, നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന എലമെൻറ്റ് സ്റ്റോർ ചെയ്യുന്നത് ഏത് വേരിയബിളാണ്? വാൽ എന്ന് പറയുന്ന വേരിയബിൾ. വാൽ ഈക്വൽ ടു എന്താ? ക്യൂ ഓഫ് ഫ്രണ്ട്. ക്യൂവിൻ്റെ ഫ്രണ്ട് എന്ന് പോന്നു. ഇനി എന്ത് ചെയ്യണം? ഫ്രണ്ട് ഇപ്പോൾ ഇതിനെടുത്തു, ഈ എലമെൻ്റ് എടുത്തു. ഇനി ഫ്രണ്ടിന് എന്ത് ചെയ്യണം? സ്റ്റെപ്പ് 3 എന്ത് ചെയ്യണം? സെറ്റ് എന്താ? ഫ്രണ്ട് ഈക്വൽ ടു, ഇവിടെ സെറ്റ് എന്ന് എഴുതാം കേട്ടോ. ഫ്രണ്ട് ഈക്വൽ ടു ഫ്രണ്ട് +1 സെറ്റ്. സ്റ്റെപ്പ് 2 സെറ്റ് എന്ന് വേണമെങ്കിൽ എഴുതാം. ഫ്രണ്ട് ഈക്വൽ ടു ഫ്രണ്ട് +1 എൽസ് സ്റ്റെപ്പ് 4. ഇതല്ലെങ്കിലോ, ഈ ഫ്രണ്ട് ഈക്വൽ ടു -1 ആയി. ഫ്രണ്ട് ഈക്വൽ ടു -1 ആയാൽ എന്താ അർത്ഥം? ഫ്രണ്ടും റിയറും രണ്ടും -1 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ക്യൂ കാലിയാണ്, നമുക്ക് ഓപ്പറേഷൻ നടത്താൻ പറ്റില്ല. ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന അറേ ഫുള്ളാണ്. ഓക്കെ, ഫ്രണ്ട് 0 ആണ്, റിയർ 4 ആണ്. എല്ലാ ഇൻസേഷനും എല്ലാ പൊസിഷനിലും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഇൻസേഷൻ നടന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കേസ് പറയണം. നമ്മൾ എന്താ വെച്ചാൽ എല്ലാ പൊസിഷനിലും ഇൻസേർട്ട് ചെയ്തിട്ടില്ല. ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു 3 എലമെൻറ്റിൽ 0, 1, 2 ഈ ലൊക്കേഷൻ മാത്രമേ ഫില്ല് ചെയ്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. ഞാൻ ആ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ എപ്പോഴാവുക എന്നുള്ള കേസ് ഒന്നും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവിടെ നോക്കുക. ഇപ്പോൾ നമ്മൾ ഇത്ര ഇൻസേർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ റിയർ ഇപ്പോൾ എത്രയായിരിക്കും? ഇപ്പോൾ റിയർ എത്രയായിരിക്കും? ഇത്രയായിരിക്കും. റിയർ എത്രയായിരിക്കും? 2 ആയിരിക്കും, ശരിയല്ലേ? സപ്പോസ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ക്യൂ എന്ത് ചെയ്തിട്ടില്ല? ഫുള്ളാക്കിയിട്ടില്ല. ഓക്കെ, ക്യൂ ഫുള്ളാകുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണേ? ഡെലീഷൻ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഡെലീഷൻ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യുക. ഫസ്റ്റ് എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യാൻ പറ്റൂല. കാരണം എന്താ? ഫസ്റ്റ് എലമെൻറ്റ് ഉണ്ട്. കാരണം എന്താ? ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1 ആണ്, ഫ്രണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിയർ അല്ലേ? ഫ്രണ്ട് ലെസ് ദാൻ റിയർ ആണ്, ഫ്രണ്ട് 0 ആണ്, റിയർ 2 ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണ്. വാൽ ഈക്വൽ ടു ക്യൂ ഓഫ് ഫ്രണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? 25 ഡിലീറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഫ്രണ്ട് ഈക്വൽ ടു ഫ്രണ്ട് +1. ഫ്രണ്ട് ഇനി എന്താകും? 1 ആയി. ഫ്രണ്ട് എന്താവും? 1 ആവും. ക്ലിയർ അല്ലേ? അഗെയിൻ വി ആർ ഇനീഷ്യേറ്റിംഗ് ഡെലീഷൻ ഓപ്പറേഷൻ. വാട്ട് ഈസ് ദ കണ്ടീഷൻ? ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1 അല്ലേ? യെസ്. ഫ്രണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിയർ അല്ലേ? യെസ്. കണ്ടീഷൻ രണ്ടും ട്രൂ ആണ്. നമ്മൾ എന്ത് ചെയ്തു? ഡിലീറ്റ് ചെയ്തു. 35 ഡിലീറ്റ് ചെയ്തു. അഗെയിൻ ദ വാല്യൂ ഓഫ് ഫ്രണ്ട് ഈസ് ഇൻക്രിമെൻറ്റഡ് ബൈ 1. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ ഫ്രണ്ട് എന്തായി? 2 ആയി. ഓക്കെ, ഇനി ഈ കണ്ടീഷൻ അഗെയിൻ വി ആർ ഇനീഷ്യേറ്റിംഗ് ഡെലീഷൻ ഓപ്പറേഷൻ. ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1 അല്ലേ? യെസ്, ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1 ആണ്. ഫ്രണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിയർ ആണോ? ആണ്. ഫ്രണ്ട് ഈക്വൽ ടു റിയർ ആണ്. അതായത് ഫ്രണ്ട് ഈക്വൽ ടു റിയർ എന്ന് പറയുമ്പോൾ എന്തായി? ക്യൂവിൽ ഒരു എലമെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഹിയർ ഫ്രണ്ട് ഈക്വൽ ടു റിയർ ആണ്. അപ്പോൾ എന്ത് ചെയ്തു? വാൽ ഈക്വൽ ടു ക്യൂ ഓഫ് ഫ്രണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? ഇത് ഡിലീറ്റ് ചെയ്തു. ദെൻ എന്ത് ചെയ്തു? ഫ്രണ്ട് ഈക്വൽ ടു ഫ്രണ്ട് +1. ഫ്രണ്ട് എന്തായി? ഫ്രണ്ട് എന്തായി? 3 ആയി. ദാറ്റ് ഈസ് ഇവിടെ എന്ത് സംഭവിച്ചു? ഇപ്പോൾ ലാസ്റ്റ് എലമെൻറ്റും കൂടെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദ വാല്യൂ ഓഫ് ഫ്രണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ റിയർ.
അപ്പോൾ whenever the value of friend is greater than rear എന്താ there is no element in the queue. ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ. ഓക്കെ, അപ്പോൾ എന്താ എൽസ് എന്ത് ചെയ്യണം? എൽസ് ഇപ്പം എന്താ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1 ഈക്വൽ ആയാൽ എന്തായി? പിന്നെ ക്യൂ കാര്യമാണ്. അപ്പോൾ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ ആകുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് എന്ത് ചെയ്താൽ മതി? പിന്നെ ക്യൂ കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഫ്രണ്ടിന് -1 ആക്കുക, റിയറിന് എന്താക്കുക? -1 ആക്കുക. എന്തിനാ? ടു ഇൻഡിക്കേറ്റ് ദ ക്യൂ ഈസ് എംപ്റ്റി. ഓക്കെ, ദെൻ എൽസ്. ഇപ്പോൾ ഈ കേസിൽ മാത്രമേ, ഈ രണ്ട് കേസും ട്രൂ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്യൂവിൽ എലമെൻ്റ് ഉണ്ട് എന്ന് ഉറപ്പാക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡെലീഷൻ ഓപ്പറേഷൻ നടത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ ആയി, അല്ലെങ്കിൽ ഫ്രണ്ട് ഈക്വൽ ടു -1 ഏതെങ്കിലും ഒരു കണ്ടീഷൻ എന്തായി? ട്രൂ ആയാൽ എന്തായി? പ്രിൻ്റ് എൽസ്, പ്രിൻ്റ് എന്താ പ്രിൻ്റ് ചെയ്യേണ്ടത്? ക്യൂ അണ്ടർഫ്ലോ. ഇനി എന്താ സ്റ്റെപ്പ് 6? എന്താ? എൻഡ് ഓഫ് ഇഫ്. ഇനി എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഇനി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് എന്താ? ഇഫ് ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ ആണെങ്കിൽ, ആയാൽ, അതായത് എല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കണ്ടീഷൻ കൂടെ കൊടുത്താൽ മതി ലാസ്റ്റ്. ഇതിൻ്റെ താഴെ എഴുതേണ്ടതാണ്. ഓക്കെ, ഇതിൻ്റെ താഴെ എന്താ എഴുതണം? ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ഓക്കെ, ഇഫ് സ്റ്റെപ്പ് 7 എന്താ? ഇഫ് എന്താ? ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ, ദെൻ ഇഫ് ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ ആണെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് 8 എന്താ? സെറ്റ് എന്താ? ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു -1. സെറ്റ് ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു -1. ഓക്കെ, ദെൻ എന്താ? സ്റ്റെപ്പ് 9 ഇതിൻ്റെ എൻഡ് ഓഫ് ഇഫ്. ദെൻ എന്താ? സ്റ്റെപ്പ് 10 എന്താ? സ്റ്റോപ്പ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. അപ്പോൾ എന്താ? ഈ രണ്ട് കണ്ടീഷൻ നോക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ക്യൂവിൽ എലമെൻ്റ് ഉണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, ക്യൂവിൽ എലമെൻ്റ് ഇല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ എന്താവും? ഫാൾസ് ആവും. കാരണം എന്താ? ഫ്രണ്ട് -1 ആവും, ഇല്ലെങ്കിൽ ഫ്രണ്ട് എന്താവും? ഗ്രേറ്റർ ദാൻ റിയർ ആവും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷന് എന്താകും? ഫാൾസ് ആയാൽ എന്താ? എലമെൻ്റ് ഇല്ല. അപ്പോൾ ക്യൂ അണ്ടർഫ്ലോ. ഓക്കെ, ഇനി എന്താ? ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ ആയാൽ, അതായത് എല്ലാ എലമെൻറ്റും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? യു ഹാവ് ടു സെറ്റ് ദ വാല്യൂ ഓഫ് ബോത്ത് ഫ്രണ്ട് ആൻഡ് റിയർ. Here you have to set both the values of front and rear as -1 to indicate that Q is empty. പിന്നെ വീണ്ടും ആദ്യം എന്ത് ചെയ്യും? പിന്നെ Q നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഇവിടുന്ന് തുടങ്ങും. ഓക്കെ, എൻഡ് ഓഫ് ഇഫ്, സ്റ്റോപ്പ്. ഓക്കെ, ക്ലിയർ? Okay, so this is the algorithm for deletion operation. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് സെക്ഷൻ സർക്കുലർ ക്യൂ ആണ്. എന്താണ് സർക്കുലർ ക്യൂ? ഈ സർക്കുലർ ക്യൂവിൻ്റെ നിങ്ങൾക്ക് അൽഗോരിതം ഒന്നും നിങ്ങളുടെ സിലബസിൽ പഠിക്കാനില്ല. കൺസെപ്റ്റ് എന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, ചെറിയ ടോപ്പിക് അതുകൂടി ഡിസ്കസ് ചെയ്താൽ നമുക്ക് ക്യൂ ഇവിടെ തീരും. ഓക്കെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ക്യൂ ലീനിയർ ക്യൂ ആണ്. എന്താണ് ലീനിയർ ക്യൂ? എന്താ ലീനിയർ ക്യൂ? ഈ ലീനിയർ ക്യൂവിൻ്റെ പ്രത്യേകത ഈ ഫ്രണ്ട് 0 1 2 3 4. ഓക്കെ, ദാറ്റ് ഈസ് ഫ്രണ്ട് ഉണ്ടാവും, ദെൻ എന്താ റിയർ. ദിസ് ഈസ് ഫ്രണ്ട്. ഇവിടെ ഇപ്പോൾ 10 20 30. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ 40. ഇപ്പോൾ ഫ്രണ്ട് എത്ര? ഫ്രണ്ട് 0, റിയർ എന്താ? റിയർ 3. ഇങ്ങനെ നിൽക്കുന്നു. ദാറ്റ് ഈസ് ഇത് ലീനിയർ ക്യൂ ആണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ലീനിയർ ക്യൂ ആണ്. ഇതിൽ ഈ രണ്ട് ഹിയർ ദ എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ റോ. ഹിയർ ദ എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ റോ ഓർ എ ലൈൻ. ഒരു ലൈൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്യുന്നത്, അറേഞ്ച് ചെയ്യുന്നു.
ഓക്കെ, ഈ രണ്ട് എൻഡ് പോയിന്റും എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല, ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. ഫ്രണ്ട് റിയർ രണ്ടും രണ്ട് അറ്റത്താണ്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു, ഇവിടെ ലാസ്റ്റ് എലമെൻറ്റ് ഫ്രീ ആണ്. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, ഇത് ഹിയർ ക്യൂ എന്ന് പറയുന്നത് n സൈസ് 5 ആണ്. ഓക്കെ, 5 എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാവുന്ന അരയാണ്. ക്യൂന് അര നെയിം ഇസ് ക്യൂ എന്ന് വിചാരിച്ചോ. ഓക്കെ, ഇനീഷ്യലി ബോത്ത് ഫ്രണ്ട് ആൻഡ് റിയർ ഈസ് -1. ആഫ്റ്റർ ഇൻസേർട്ടിങ് ബോത്ത് പോയിന്റ്സ് ടു 0. പിന്നെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ റിയർ ഇങ്ങനെ കൂട്ടി വരും. ഇപ്പോൾ റിയർ എന്തായി 3 ആയി. ഫ്രണ്ട് നമ്മളൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല, ഫ്രണ്ട് എന്താ 0-ൽ നിൽക്കും. ഓക്കെ, ഇനി ഐ ആം പെർഫോമിങ് ഡെലീഷൻ ഓപ്പറേഷൻ. വാട്ട് വിൽ ഹാപ്പൻ? ഫ്രണ്ട് നിന്ന് ഡിലീറ്റ് ചെയ്തു. ഫ്രണ്ട് ഡിലീറ്റ് ചെയ്തപ്പോൾ ഇത് പോയി. അപ്പോൾ ഫ്രണ്ട് എന്തായി, ഇതായി. ഓക്കെ, അടുത്തത് എന്താ, വീണ്ടും ഡിലീറ്റ് ചെയ്തു. വീണ്ടും ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? വീണ്ടും ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്തായി, 20 പോയി. അപ്പോൾ ഫ്രണ്ട് എന്തായി, ഫ്രണ്ട് 2 ആയി. ക്ലിയർ ആണോ? ഫ്രണ്ട് 2. ഇനി നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. നെക്സ്റ്റ് എന്താണ്, ഐ ആം ഗോയിങ് ടു ഇൻസേർട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താ, റിയർ കൂട്ടും. എന്ത് സംഭവിക്കും? ഇവിടെ ഇൻസേർട്ട് ആവും, 50 ഇൻസേർട്ട് ആവും. അപ്പോൾ റിയർ എന്തെത്തി, റിയർ n-1 എത്തി. അപ്പോൾ റിയർ n-1 എത്തി. പക്ഷേ നമ്മൾ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അത് പക്ഷേ ഈ ലീനിയർ ക്യൂവിൽ നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ കാലിയാണെങ്കിലും ഇവിടെ നമുക്ക് പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്യുക എന്നുണ്ടെങ്കിലും ഇത് റിയർ n-1 എത്തുന്നതോടുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ ഇൻസേർഷൻ ഓപ്പറേഷൻ പറ്റില്ല. ദാറ്റ് ഈസ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് ലീനിയർ ക്യൂ. ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് ക്യൂ അറേഞ്ച് ചെയ്യുന്നത്, ഇൻ എ സർക്കുലർ വേ. ദാറ്റ് ഈസ് ദിസ് ഈസ് 0 1 2 3 4 5 location. Here also front, then the rear. Initially both the values of front and the rear is -1 to indicate that this queue is empty. ഇപ്പോൾ നമ്മളിവിടെ ഇതിങ്ങനെ വളച്ച് ഈ ഫ്രണ്ടിനെ റിയറിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സർക്കുലർ മോഡലിലാക്കി, സർക്കുലർ സ്റ്റെപ്പ്. So initially both front and rear is -1. ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സെറ്റ് ബോത്ത് ഫ്രണ്ട് ആൻഡ് റിയർ ഈസ് 0. അപ്പോൾ എന്ത് ചെയ്യും, ഇതിനെ പോയിന്റ് ചെയ്യും, ഇതിനെ പോയിന്റ് ചെയ്യും. സപ്പോസ് ദ എലമെന്റ് ടു ബി ഇൻസേർട്ടഡ് ഇസ് 10 ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, ഇനി എന്താ, എഗെയിൻ ഐ ആം ഇൻസേർട്ടിങ് ദ നെക്സ്റ്റ് ഡാറ്റ ഐറ്റം. എന്ത് ചെയ്തു, റിയർ ഈസ് ഇൻക്രിമെൻറ്റഡ് ബൈ 1. ശരിയല്ലേ, റിയർ ഈസ് ഇൻക്രിമെൻറ്റഡ് ബൈ 1. സോ റിയർ പോയിന്റ്സ് ടു റിയർ എന്താവും, 1. റിയർ ബിക്കംസ് 1, points to here. Okay, that is, let it be 20. That is, we are inserting the new element is 20. Okay, again we are inserting the next data item. Okay, so the value of rear is incremented. Again it is incremented by 1. So the value of rear becomes 2. So q of rear equal to a val, that is, suppose it is 30. That is 2. Okay, and again next we are deleting. We are deleting an element from the front end. Okay, that is, front becomes 1. ഇത് delete ചെയ്തു. ഫ്രണ്ട് എന്തായി, ഫ്രണ്ട് ഇതിനെ പോയിന്റ് ചെയ്തു. റിയർ ഇതല്ല, റിയർ ഇതാണ് കേട്ടോ, മാർത്തകത്തെ. ഫ്രണ്ട് 0 മാറി, ഫ്രണ്ട് എന്തായി 1 ആയി. അതാണ് 0th ലൊക്കേഷൻ. ദിസ് ഈസ് 1, ദിസ് ഈസ് 2, ദിസ് ഈസ് 3. എഗെയിൻ ഐ ആം ഇൻസേർട്ടിങ്. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ച്, 3 ഇൻസേർഷൻ ഓപ്പറേഷൻ ചെയ്തു, ഒരു ഡെലീഷൻ ഓപ്പറേഷൻ ചെയ്തു, 3 ഇൻസേർഷൻ ഓപ്പറേഷൻ ചെയ്തു, 10 20 30 ഇൻസേർട്ടായി. 0 1 2 ലൊക്കേഷനിൽ ഇൻസേർട്ടായി. ഒരു ഡെലീഷൻ ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്ത 10 പോയി. അപ്പോൾ ഫ്രണ്ട് എന്ത് ചെയ്തു, നെക്സ്റ്റ് ലൊക്കേഷനിൽ പോയി. ഇപ്പോൾ ഇവിടെ ഈ 0th ലൊക്കേഷനിൽ ഐറ്റം ഇല്ല. ഇത് ഒരു ഡെലീഷൻ ഓപ്പറേഷൻ ചെയ്തത് കൊണ്ടാണ്. ഓക്കെ,
നെക്സ്റ്റ് ഐ ആം അഗെയിൻ ഇൻസേർട്ടിങ്, ദറ്റ് ഈസ് 40. അപ്പോൾ എന്താവും, ഇതെന്താവും, റിയർ എന്താവും, 3 ആവും. അഗെയിൻ ഐ ആം ഇൻസേർട്ടിങ് നെക്സ്റ്റ് ഐറ്റം ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്താവും, വീണ്ടും എന്താവും, റിയർ എന്താവും, 4 ആവും. ഇവിടെ ഇൻസേർട്ട് ചെയ്തു, 50 ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, ഇനി എന്താ, ഇവിടെ വീണ്ടും അഗെയിൻ ഐ ആം ഡെലീറ്റിങ്. ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ 1 എന്നുള്ള എലമെൻറ്റ് പോകും, 20 പോകും. അപ്പോൾ റിയർ എന്താവും, ഫ്രണ്ട് എന്താവും, ഫ്രണ്ട് എന്താ പോകുന്നത്, ഫ്രണ്ട് എന്താവും, 2 ആവും. അപ്പോൾ ഇങ്ങനെ പോയി ഫ്രണ്ട് ഏതിലേക്കെത്തും, ഇതിലേക്കെത്തും. അപ്പോൾ ഇവിടെ രണ്ടും എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് എന്താ, അഗെയിൻ ഇൻസേർട്ടിങ്, റിയർ 5 ആണ്. റിയർ 5ൽ എന്ത് ചെയ്തു, നമ്മൾ നെക്സ്റ്റ് എലമെൻറ്റ് 60 എന്ന എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്തു, 60. അപ്പോൾ റിയർ എന്താവും, 5 ആവും. ഇപ്പോൾ റിയർ ഏതിനെ പോയിൻ്റ് ചെയ്യുക, ഇതിനെ പോയിൻ്റ് ചെയ്യും, ശരിയല്ലേ? റിയർ ഇതിനെ പോയിൻ്റ് ചെയ്യും, ഫ്രണ്ട് ഏതിനെ പോയിൻ്റ് ചെയ്യും, 2നെ പോയിൻ്റ് ചെയ്യും. കാരണം 2 ഡെലീഷൻ ഓപ്പറേഷൻ ചെയ്തു. 2 ഡെലീഷൻ ഓപ്പറേഷൻ ചെയ്തപ്പോൾ 0th ലൊക്കേഷനിലെ എലമെൻറ്റും ഫസ്റ്റ് ലൊക്കേഷനുള്ള എലമെൻറ്റും, ദറ്റ് ഈസ് 2 എലമെൻറ്റ്സ്, ഒന്ന് 0th ലൊക്കേഷൻ, ഒന്ന് ഫസ്റ്റ് ലൊക്കേഷൻ. ഓക്കെ, ഇത് രണ്ടും പോയപ്പോൾ എന്ത് സംഭവിച്ചു, ഈ 2 എലമെൻറ്റും ഡിലീറ്റ് ആയപ്പോൾ ഇത് രണ്ടും കാലിയായി. ഇനി എന്താ, എഗെയിൻ വി ആർ ഇൻസേർട്ടിങ്. ഇപ്പോൾ നമ്മൾ ആകെ 0 മുതൽ 5 വരെ 6 എലമെൻറ്റ്സ് ഉള്ളൂ. അപ്പോൾ പക്ഷേ നമ്മൾ എന്ത് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തപ്പോൾ എന്തായി, 0th ലൊക്കേഷൻ എന്തായിട്ട് ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഇത് n-1 ആയാൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഫ്രീ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ ഇൻസേർട്ട് ചെയ്യാം. അതായത് റിയർ എന്താക്കുക, 0 ആക്കുക. റിയർ 0 ആക്കുമ്പോൾ ഇവിടെ ഫ്രീ ആണെങ്കിൽ എന്ത് ചെയ്തു, നമ്മൾ 70 എന്ന് പറയുന്ന എലമെൻറ്റ് എവിടെ ഇൻസേർട്ട് ചെയ്തു, 0th ലൊക്കേഷൻ ഇൻസേർട്ട് ചെയ്തു. ക്ലിയർ അല്ലേ? അടുത്തത് ഇൻസേർട്ട് ചെയ്യുമ്പോഴോ ഇവിടെ ഇൻസേർട്ട് ചെയ്യും, 1ൽ 80 അവിടെ ഇൻസേർട്ട് ചെയ്യും, ഇവിടെ ഫ്രീ ആണെങ്കിൽ. അപ്പോൾ എന്താ, ഇവിടെ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ റിയർ എന്തായി, 1 ആയി. ഇനി ഡിലീറ്റ് ചെയ്യുമ്പോഴോ, ഇതെന്നല്ല പോകുക. ഡിലീറ്റ് ചെയ്യുമ്പോൾ എവിടെയാണോ ഫ്രണ്ട് നിൽക്കുന്നത് അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് പോവുക. ഇനി അടുത്ത ഡിലീഷൻ ഏതാ വരിക, ഇനി ഈ 30 ഡിലീറ്റ് ആവും. അപ്പോൾ ഫ്രണ്ട് എന്താവും, 3 ആവും. ഇനി ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഫ്രീ ആണെങ്കിൽ ഇവിടെ ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ, നമ്മൾ ഇൻസേർട്ട് ചെയ്ത് പോയി ലാസ്റ്റ് എത്തി. അത് കഴിഞ്ഞതിന് ശേഷം 0, 1 അങ്ങനെ ലൊക്കേഷൻസ് ഫ്രീ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, എഗെയിൻ നമുക്ക് അതിൽ വീണ്ടും എന്ത് ചെയ്യുക, ഇൻസേർട്ട് ചെയ്ത് പോവാം. ദിസ് കൺസെപ്റ്റ് ഇസ് കാൾഡ് എന്താണ്, സർക്കുലർ ക്യൂ. ക്ലിയർ അല്ലേ? ഒരു സിമ്പിൾ, ഒരു സർക്കിളായിട്ട്, ഇതൊരു ലീനിയറാണ്, സ്ട്രെയിറ്റ് ലൈൻ, ഇൻ എ റോ ഓർ ഇൻ എ ലൈൻ, ലീനിയർ അറേ, അല്ലെങ്കിൽ ഹിയർ ക്യൂ ഈസ് അറേഞ്ച്ഡ് ഇൻ എ റോ ഓർ ലൈൻ, ഹിയർ ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ എ സർക്കുലർ മെത്തേഡ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ നിങ്ങളുടെ ക്യൂ എന്ന് പറയുന്ന പോർഷൻ ഇവിടെ അവസാനിച്ചു. ഓക്കെ, താങ്ക് യു.